എസ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള അടുത്ത മെത്തേഡാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. അപ്പോൾ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റേഴ്സിനെ നമ്മൾ പറയുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് എന്നാണ്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ഓർ MLE എന്നാണ് ഇവർ പറയുക. എസ്റ്റിമേറ്റർ ഓർ MLE. ഇപ്പോൾ MLEs എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ നമ്മൾ ഏത് സാമ്പിൾ എന്നാണ് കണ്ടുപിടിക്കുന്നത്? ആ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുന്ന സാമ്പിളിൻ്റെ ലൈക്ലിഹുഡ് മാക്സിമം ആയിരിക്കണം. അതായത് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ പറഞ്ഞു, ഒരു സാമ്പിളിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? L of x1, x2, etc. xn theta, which is the joint PDF of sample observations. അവരുടെ PDF-ൻ്റെ ജോയിൻറ്റ് PDF-നെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഓഫ് ദി സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ മാക്സിമം ആയിട്ടുള്ള ഒരു സാമ്പിളിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു എസ്റ്റിമേറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലിനെ മാക്സിമൈസ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ, അല്ലേ? അപ്പോൾ എപ്പോഴാണ് എല്ല് മാക്സിമം ആവുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലസിൻ്റെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കാൽക്കുലസിൽ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ മാക്സിമം ആവുന്നത്? മാക്സിമ ആൻഡ് മിനിമ എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇസ് മാക്സിമം വെൻ ഇറ്റ്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0. അതായത് ഇപ്പം എല്ല് മാക്സിമം ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ∂L by ∂θ ഷുഡ് ബി ഈക്വൽ ടു 0, അല്ലേ? ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ∂2L by ∂θ² ഷുഡ് ബി നെഗറ്റീവ്, ലെസ് ദാൻ 0 ആയിരിക്കണം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഇസ് മാക്സിമം. അപ്പോൾ ഫംഗ്ഷൻ മാക്സിമം വാല്യൂ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ∂L by ∂θ 0 എന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ വേറൊരു ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ PDF-കളൊക്കെ ഇപ്പോൾ e⁻² അതിൻ്റെ പവറിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ നോർമലൊക്കെ ആണെന്ന് വെച്ചാൽ xi - μ² എന്നൊക്കെ പറഞ്ഞിട്ട് കയറി വരുന്നത്, അല്ലേ? അപ്പോൾ വെറും L എടുത്തിട്ട് പിന്നെ ഇവർ വിത്ത് റെസ്പെക്ട് മ്യൂ ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ പവറിൽ കയറി നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പവറിലുള്ളവരെയൊക്കെ നമുക്ക് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ലോഗരിതം. അപ്പോൾ നമ്മൾ ലോഗരിതമാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് L മാക്സിമം ആവുക എന്ന് പറയുന്നതും log L മാക്സിമം ആവുക എന്ന് പറയുന്നതും സെയിം ആണ്. L മാക്സിമം log L മാക്സിമം ആണെന്ന് വെച്ചാൽ L മാക്സിമം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ log L-നെയാണ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നത്. ഇങ്ങനെയും ചെയ്യാം, പക്ഷേ ഇത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ log L-നെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ MLE കാണാൻ വേണ്ടിയിട്ട് log L മാക്സിമം ആവുക എന്നത് എപ്പോഴാണ്? log L-ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്നു, അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ∂2 L by ∂θ² ലെസ് ദാൻ 0 ആവും. അപ്പോൾ ശരിക്കും നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷനിൽ നമ്മൾ ഈ കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതാണ് സംഭവം, പക്ഷെ അതിനെക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് സൗകര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ കാര്യമാണ്. അപ്പം മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കാണുന്നത് നമ്മൾ ഇത്ര ചെയ്താൽ മതി. നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണുന്നു, log L കാണുന്നു, അതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, അല്ലേ? എന്നിട്ട് അതിനെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് തീറ്റ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ കിട്ടും. എന്നിട്ട് തീറ്റ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ് നമ്മളെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് തീറ്റ ഇസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സൈസ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് അവർ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. അപ്പോൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. കാരണം log L by ∂θ കാണലെല്ലാം നമ്മൾ മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്ററിൽ ചെയ്ത കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ അതേപോലത്തെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. ഇനി MLE എന്നാണ് കേട്ടോ പറയുക. MLE ഫോർ തീറ്റ ഫോർ എ പോപ്പുലേഷൻ ഹാവിംഗ് PDF fx theta that is equal to 1 by theta e⁻ - x by theta, x greater than 0, theta greater than 0. അത് ഇതേതാണ്? ഇത് എക്സ്പൊണൻഷ്യൽ ആണ്. അവിടെ പാരാമീറ്റർ 1 by തീറ്റ ഉള്ള ഒരു എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ തീറ്റയ്ക്കുള്ള ഒരു എസ്റ്റിമേറ്ററാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എസ്റ്റിമേറ്റർ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടേക്ക് എ റാൻഡം സാമ്പിൾ x1, x2, etc. xn, അല്ലേ? റാൻഡം സാമ്പിൾ ഫ്രം ദി എക്സ്പൊണൻഷ്യൽ പോപ്പുലേഷൻ, ഫ്രം ദി പോപ്പുലേഷൻ. എക്സ്പൊണൻഷ്യൽ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണു? ഒരു റാൻഡം സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ റാൻഡം സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ, റാൻഡം സാമ്പിളിലുള്ള ഓരോരുത്തരും ഇതേ എക്സ്പൊണൻഷ്യൽ പോപ്പുലേഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം f(x1, θ) എന്താണ്? 1 by θ e⁻ - x1 by θ.
ഇനി എഫ് ഓഫ് എക്സ് ടു തീറ്റ എന്താണ്? എഫ് ഓഫ് എക്സ് ടു തീറ്റ ഇസ് ഈക്വൽ ടു 1/തീറ്റ ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ തീറ്റ എക്സെട്ര. എഫ് ഓഫ് എക്സ് എൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/തീറ്റ ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ തീറ്റ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും PDF എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദ സാമ്പിൾ കാണാം. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മളിനി L കൊണ്ട് ഡിനോട്ട് ചെയ്യാം. നമ്മൾ വിശദമായിട്ട് എഴുതേണ്ടത് L ഇസ് ഈക്വൽ ടു ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് വൺ തീറ്റ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു തീറ്റ എക്സെട്ര എഫ് ഓഫ് എക്സ് എൻ തീറ്റ അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 1/തീറ്റ ഇ റേസ് ടു മൈനസ് എക്സ് വൺ ബൈ തീറ്റ ഇൻറ്റു 1/തീറ്റ ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ തീറ്റ എക്സെട്ര 1/തീറ്റ ഇ റേസ് ടു മൈനസ് എക്സ് എൻ ബൈ തീറ്റ. നമ്മൾ സിമിലർ ആയിട്ടുള്ള ടേംസിനെല്ലാം ഗ്രൂപ്പ് ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ 1/തീറ്റ ഇൻറ്റു 1/തീറ്റ എക്സെട്ര ഇൻറ്റു 1/തീറ്റ വരുന്നുണ്ട്. അതായത് n ടൈംസ് നമ്മളിവിടെ 1/തീറ്റയെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എന്തെഴുതാം? 1/തീറ്റ ഹോൾ റേസ് ടു n എന്ന് എഴുതാം അല്ലേ, ഇൻറ്റു പിന്നെ ഇയുടെ ടേംസ് നോക്കൂ, ഇ റേസ് ടു മൈനസ് എക്സ് വൺ ബൈ തീറ്റ അല്ലേ, എല്ലാം ഇയുടെ ടേമുകളാണ്. അപ്പോൾ ഇയുടെ പവേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. പ്ലസ് മൈനസ് എക്സ് ടു ബൈ തീറ്റ പ്ലസ് അങ്ങനെ പോയിട്ട് പ്ലസ് ലാസ്റ്റ് മൈനസ് എക്സ് എൻ ബൈ തീറ്റ, ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/തീറ്റ ഹോൾ റേസ് ടു n ഇ റേസ് ടു മൈനസ് 1/തീറ്റനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര എക്സ്. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ ഇസ് ഈക്വൽ ടു 1 to n. അതാണ് ഇപ്പോൾ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കിട്ടിയത്. ഇത് L ഇസ് ഈക്വൽ ടു ഇവിടെ 1/തീറ്റ ഹോൾ റേസ് ടു എന്നിനെ ഞാൻ തീറ്റ റേസ് ടു മൈനസ് n എഴുതുകയാണ്. 1/തീറ്റ ഹോൾ റേസ് ടു എന്നിന്, പിന്നെ ഇവിടെയുള്ളത് ഇ റേസ് ടു മൈനസ് 1/തീറ്റ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ ഇങ്ങനെ എഴുതും. അപ്പോൾ L ഇതാണ്, നമ്മൾ ലോഗ് എടുക്കുകയാണ്. ലോഗ് L ഇസ് ഈക്വൽ ടു ടേക്കിംഗ് ലോഗ് എഴുതാം. അപ്പോൾ ലോഗ് L ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കുക, അപ്പോൾ ലോഗ് L ഇസ് ഈക്വൽ ടു എന്താണ്? ലോഗരിതം ഓഫ് ദിസ് അല്ലേ. അപ്പോൾ ലോഗരിതം ഓഫ് ഇത് എന്നുള്ളതിന് ഞാൻ 2 ടേമായിട്ട് എഴുതുന്നു. ലോഗ് ഓഫ് തീറ്റ റേസ് ടു മൈനസ് n പ്ലസ് ലോഗ് ഓഫ് ഇ റേസ് ടു മൈനസ് 1/തീറ്റ സമ്മേഷൻ എക്സ്. ലോഗ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞ റിസൾട്ട് ഉപയോഗിച്ചിട്ട് പ്ലസ് ലോഗരിതം ഓഫ് ഇ റേസ് ടു മൈനസ് 1/തീറ്റ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ എന്ന് നമ്മൾ എഴുതുന്നു. ഓർ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടുന്ന് പവറിനെ നമുക്ക് താഴെ ഇറക്കി കൊണ്ടുവരാം. മൈനസ് n ആണ് ഇവിടെ ഉള്ളത്, മൈനസ് n ലോഗ് തീറ്റ പ്ലസ് ഇവിടെ പവർ താഴേക്ക് ഇറക്കി കൊണ്ടുവരാം, ഇവിടെയും പവർ ഉണ്ട് അല്ലേ. അപ്പോൾ മൈനസ് 1/തീറ്റ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ ലോഗ് ഇ. ലോഗ് ഇ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ നാച്ചുറൽ ലോഗരിതാണ് എടുക്കുന്നത്, ലോഗ് ഇ ടു ദ ബേസ് ഇ. അപ്പോൾ ഈ ടേം എന്തായിപ്പോയി? 1 ആയിപ്പോയി അല്ലേ. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് L ഇസ് ഈക്വൽ ടു മൈനസ് n ലോഗ് തീറ്റ മൈനസ് 1/തീറ്റ ഇൻറ്റു സമ്മേഷൻ ഇവിടെ എക്സ് ഐ ഉണ്ട്, ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ. ഇതാണ് ലോഗ് L കിട്ടിയിരിക്കുന്നത്. ഇനി എനിക്ക് കാണേണ്ടത് ഡോ ലോഗ് L ബൈ ഡോ തീറ്റ. അതിനെ ഡിഫറൻഷിയേറ്റിംഗ് ദിസ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് n ഇൻറ്റു ലോഗ് തീറ്റേനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ലോഗ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ 1/x, ലോഗ് തീറ്റേനെ ചെയ്താൽ 1/തീറ്റ മൈനസ് ഇവിടെ സിഗ്മ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ ഇസ് എ കോൺസ്റ്റന്റ്. അത് തീറ്റ ഇല്ലാത്ത ടേം എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിവെക്കാം. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് 1/തീറ്റയാണ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 1/തീറ്റ സ്ക്വയർ. ഇത് 1/xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ മൈനസ് 1/x സ്ക്വയർ. ഇവിടെ തീറ്റേനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1/തീറ്റേനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1/തീറ്റ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു n/തീറ്റ. ഇവിടെ മൈനസും ഈ മൈനസും പ്ലസ് ആയില്ല, മൈനസ് 1/തീറ്റ പ്ലസ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ ബൈ തീറ്റ സ്ക്വയർ. ഇങ്ങനെ കിട്ടി. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു MLE കിട്ടുന്നത് എങ്ങനെയാണ്? ലോഗ് L മാക്സിമം ആവുമ്പോൾ, അതായത് ഡോ ലോഗ് L ബൈ ഡോ തീറ്റ 0 ആയിരിക്കും
അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിന്ന് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. പുട്ട് ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് മൈനസ് എൻ ബൈ തീറ്റ പ്ലസ് സമ്മേഷൻ xi ബൈ തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 അല്ലേ? അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് സമ്മേഷൻ xi ബൈ തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ ബൈ തീറ്റ. ഒരു തീറ്റ നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്തുകൂടെ അല്ലേ? അപ്പോൾ എന്താ വരിക? സമ്മേഷൻ xi ബൈ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ സ്ക്വയറും ഈ തീറ്റയും ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ എൻ മാത്രം. നമുക്ക് തീറ്റയ്ക്കുള്ള എക്സ്റ്റിമേറ്ററാണ് കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് തീറ്റ ഇസ് ഈക്വൽ ടു എന്നാണ് കിട്ടേണ്ടത്. ഫോർ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റനെ ഇങ്ങോട്ട് കൊണ്ടുപോയി എന്നിനെ ഇങ്ങോട്ട് സമ്മേഷൻ xi ബൈ എൻ ഓർ തീറ്റ എന്നല്ല നമ്മൾ ശരിക്കും പറയേണ്ട, എക്സ്റ്റിമേറ്റർ കാണുന്നതുകൊണ്ട് നമ്മളെപ്പോഴും തീറ്റ ക്യാപ്പ് നിട്ട് കൊടുക്കാം കേട്ടോ. തീറ്റ ക്യാപ്പ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ xi ബൈ എൻ. വാട്ട് ഈസ് സമ്മേഷൻ xi ബൈ എൻ? സമ്മേഷൻ x ബൈ എൻ ഇസ് x ബാർ. അപ്പം നമുക്ക് എന്ത് കിട്ടി? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ തീറ്റ ഓഫ് ദിസ് എക്സ്പോണൻഷ്യൽ പോപ്പുലേഷൻ. അതെന്താണ്? x ബാർ എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുന്നത് യൂസിങ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ.